മോൻസ് ജോസഫ് 24 പറഞ്ഞിരിക്കുന്നു. 2 മന്ത്രിസ്ഥാനം വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിനുള്ള പ്രയാസം കോൺഗ്രസ് അറിയിച്ചു. എന്നാൽ കൂടിയാലോചനകൾ ഇനിയും നടക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഒരു മന്ത്രിസ്ഥാനം നൽകും എന്ന് പി ജെ ജോസഫ് വിഭാഗത്തിനോട് പറഞ്ഞുവെങ്കിലും ഇനിയും കൂടിയാലോചനകൾ നടക്കുമെന്ന് മോൻസ് ജോസഫ് ആവർത്തിക്കുന്നുണ്ട്. അന്തിമ തീരുമാനമായിട്ടില്ല എന്ന് മോൻസ് ജോസഫ് പറഞ്ഞു എന്നുള്ള വിവരങ്ങളിൽ വരുന്നുണ്ട്. വിപിൻ സി വിജയൻ ആണ് ഈ വിവരങ്ങൾ നൽകിയിരിക്കുന്നത്. ഉടൻ തന്നെ അതിന്റെ വിശദാംശങ്ങളിലേക്ക് നമ്മൾ പോകും. ഇനി നമ്മൾ കോട്ടയത്തേക്ക് പോയി കഴിഞ്ഞാൽ ചാണ്ടി ഉമ്മൻ മന്ത്രിസഭയിൽ ഉണ്ടാവും എന്ന വാർത്ത ആദ്യം വന്നിരുന്നു. അതിനുശേഷം പിന്നീട് ചാണ്ടി ഉമ്മൻ ഇല്ല എന്ന വാർത്ത വന്നു. ചാണ്ടി ഉമ്മനെ എന്തായാലും മന്ത്രിസഭയിൽ ഉൾപ്പെടുത്താൻ സമ്മർദ്ദം ചെലുത്തുകയാണ് ഓർത്തഡോക്സ് സഭ. മന്ത്രിസഭയിൽ പരിഗണന ലഭിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും ചാണ്ടി ഉമ്മന്റെ പ്രചാരണ രീതികൾ മാതൃകയായിരുന്നുവെന്നും കുന്നംകുളം ഭദ്രാസനാധിപൻ ഗീവർഗീസ് മാർ യൂലിയൂസ് പറഞ്ഞു. ഷഫീദ് റൌത്തറുണ്ട് വിവരങ്ങളുമായി. ഷഫീദ്, ചാണ്ടി ഉമ്മൻ ആദ്യം ഈ പറഞ്ഞതുപോലെ മന്ത്രിസഭയിൽ ഉണ്ടാകുമെന്നുള്ള സൂചനകൾ വന്നു. എന്നാൽ ഇപ്പോൾ ഉൾപ്പെടുത്തിയേക്കില്ല എന്ന വാർത്ത വന്നപ്പോൾ ഓർത്തഡോക്സ് സഭയുടെ ഒരു സമ്മർദ്ദം കൂടി അവിടെ വരുന്നുണ്ടല്ലോ. ഉറപ്പായിട്ടും. കാരണം ഇക്കാര്യത്തിൽ ഈ ചാണ്ടി ഉമ്മന് വേണ്ടിയിട്ടാണ് ഓർത്തഡോക്സ് സഭ ഇപ്പോൾ നിലപാടെടുത്തിരിക്കുന്നത്. ഗീവർഗീസ് മാർ യൂലിയോസ് അദ്ദേഹമാണ് തിരുവനന്തപുരം കുന്നംകുളം ഭദ്രാസനാധിപനാണ് അദ്ദേഹമാണ് ഇപ്പോൾ ഇക്കാര്യത്തിൽ ചാണ്ടി ഉമ്മൻ ക്യാബിനറ്റിൽ വേണം, അദ്ദേഹത്തിന് മന്ത്രിസഭയിൽ പരിഗണന ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്നുള്ള പ്രതികരണം നടത്തിയിരിക്കുന്നത്. ചാണ്ടി ഉമ്മൻ മന്ത്രിയാകുമെന്ന് കേൾക്കുന്നു. ചാണ്ടി മന്ത്രിയാകുന്നതിൽ സന്തോഷമുണ്ട്. ചാണ്ടി ഉമ്മന്റെ പ്രചരണ രീതികൾ മാതൃകയായിരുന്നു. അതേസമയം ഇടത് സർക്കാരിന് വിമർശനവുമുണ്ട്. എത്ര ചോദിച്ചാലും നീതി നടപ്പാക്കില്ല എന്ന് വാശി പിടിക്കുന്നവർക്ക് ജനം മറുപടി നൽകുമെന്നും ജനാധിപത്യത്തിലൂടെ ദൈവം നൽകിയ മറുപടിയാണ് LDF-നേറ്റ തിരിച്ചടി എന്നൊക്കെയുള്ള വിമർശനം അത് ഓർത്തഡോക്സ് സഭയുടെ ഭാഗമായിട്ട് ഉണ്ടായിട്ടുണ്ട്. ഏതായാലും അവസാന നിമിഷത്തെ പട്ടികയ്ക്ക് കാത്തിരിക്കുകയാണ്. അക്കാര്യത്തിൽ ചാണ്ടി ഉമ്മന്റെ കാര്യത്തിൽ ഇപ്പോൾ ഏതാണ്ട് തീരുമാനത്തിലേക്ക് കോൺഗ്രസ് എത്തിയിരിക്കുന്നു എന്നുള്ള സൂചനകൾ പുറത്തേക്ക് വരുന്നുണ്ട്. ആ സാഹചര്യത്തിൽ ഇനി ഓർത്തഡോക്സ് സഭയുടെ നിലപാടടക്കം നിർണായകമായി മാറും. ഷഫീദ്, ഒരു കാര്യം കൂടി, IC ബാലകൃഷ്ണന് മന്ത്രിസ്ഥാനം ഇല്ല എന്നുള്ള വാർത്തകൾ നേരത്തെ വന്നിരുന്നു. ഇപ്പോൾ IC ബാലകൃഷ്ണൻ ചെന്നിത്തലയുടെ വീട്ടിലേക്ക് എത്തി എന്നുള്ള വിവരം വരുന്നുണ്ടല്ലോ. അല്പസമയം മുൻപാണ് IC ബാലകൃഷ്ണൻ രമേശ് ചെന്നിത്തലയുടെ വഴുതക്കാട്ടെ വീട്ടിലേക്ക് എത്തിയത്. നമുക്കറിയാം ആദ്യം മുതലേ 2 പേരുകളാണ് ചെന്നിത്തല മുന്നോട്ട് വെച്ചത്. ഒന്ന് അൻവർ സാദത്താണെങ്കിൽ 2 IC ബാലകൃഷ്ണൻ ആയിരുന്നു. ഇന്നലെ വൈകിട്ട് മുതൽ ആ കളം IC ബാലകൃഷ്ണൻ അനുകൂലമായി തിരിയുകയും ചെയ്തതാണ്. അവസാനഘട്ട ചർച്ചയിലടക്കം IC ബാലകൃഷ്ണൻ ഉൾപ്പെടെ കാര്യമായ ആത്മവിശ്വാസം ഇക്കാര്യത്തിൽ പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു. അല്പസമയം മുൻപ് അദ്ദേഹം ഇവിടേക്ക് കയറി പോകുമ്പോൾ നമ്മൾ അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ പോസിറ്റീവാണ്, ആ ആത്മവിശ്വാസത്തിലാണെന്നൊക്കെയുള്ള കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ ചില തീരുമാനങ്ങൾ അത് AICC അതല്ലെങ്കിൽ ഹൈക്കമാൻഡ് ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്, സംസ്ഥാനത്തെ കോൺഗ്രസ് നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. അതിൽ പറയുന്നത് T സിദ്ദീഖിന് അനുകൂലമായി സാഹചര്യങ്ങൾ മാറുന്നു എന്ന തരത്തിലേക്കുള്ള സൂചനകളാണ് പുറത്തേക്ക് വരുന്നത്. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ തന്നെ കൊടുത്തൊരു വാർത്തയായിരുന്നു. AK ആന്റണിയുടെ വസതിയിൽ T സിദ്ദീഖ് എത്തി കൂടിക്കാഴ്ച നടത്തിയ വിവരം. AK ആന്റണിയുമായിട്ട് അടക്കം ഇക്കാര്യത്തിൽ ചില കാര്യങ്ങൾ അത് ഹൈക്കമാൻഡ് ചോദിച്ചറിഞ്ഞു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ T സിദ്ദീഖിന് അനുകൂലമായി കാര്യങ്ങൾ മാറുന്നത് എന്നുള്ള വിലയിരുത്തലാണ് ഇപ്പോൾ ഉള്ളത്. മാത്രമല്ല ആ തീരുമാനം നിയുക്ത മുഖ്യമന്ത്രി VD സതീശൻ അദ്ദേഹം പ്രഖ്യാപിക്കുമ്പോൾ മാത്രമാണ് അക്കാര്യത്തിൽ ആ റിപ്പോർട്ടിൽ ആരുടെയൊക്കെ പേരുണ്ട് അതല്ലെങ്കിൽ മന്ത്രിപട്ടികയിൽ ആരൊക്കെയുണ്ട് എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്താൻ കഴിയുക. ഏതായാലും നിർണായകമായിട്ടൊരു കൂടിക്കാഴ്ച അത് ചെന്നിത്തലയുടെ വീട്ടിൽ നടക്കുകയാണ്. IC ബാലകൃഷ്ണൻ നേരിട്ടെത്തി. ഇനി ചെന്നിത്തല ക്യാമ്പിന്റെ മുന്നോട്ടുള്ള നീക്കം അത് നിർണായകമായി മാറും. യെസ്, അത് തന്നെയാണ്. IC ബാലകൃഷ്ണൻ ഇപ്പോൾ ചെന്നിത്തലയുടെ വീട്ടിലെത്തിയിരിക്കുകയാണ്. മന്ത്രിസ്ഥാനം ഇല്ല എന്നുള്ള സൂചനകൾ ലഭിച്ചതോടുകൂടി IC ബാലകൃഷ്ണൻ ചെന്നിത്തലയുടെ വീട്ടിലെത്തിയിരിക്കുന്നു. അവസാന നിമിഷം ആന്റണിയുടെ ഇടപെടൽ T സിദ്ദീഖിനായി ഉണ്ടായി എന്നുള്ള വിവരങ്ങളും ഉണ്ട്. ഹൈക്കമാൻഡുമായി AK ആന്റണി സംസാരിച്ചു. അതിനെ തുടർന്നാണ് ഇപ്പോൾ T സിദ്ദീഖിന് മന്ത്രിസ്ഥാനം എന്നുള്ള വിവരങ്ങൾ വന്നത് എന്നുള്ള സൂചനകളും എന്തായാലും തിരുവനന്തപുരത്ത് നിന്നും ലഭിക്കുന്നു. അല്പസമയം മുമ്പ് TN പ്രതാപൻ പറഞ്ഞത് അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ട്, അതെല്ലാം ഉണ്ട്, അദ്ദേഹത്തിന്റെ മനസ്സിന്റെ മണിച്ചെപ്പിൽ അത് ഇങ്ങനെ ഒളിച്ചു വെച്ചിരിക്കുകയാണ്. അല്പസമയത്തിനകം നമുക്ക് അത് അറിയാൻ സാധിക്കുമെന്നാണ്. അപ്പൊ എന്ത് തന്നെയായാലും ഈ അസംതൃപ്തരുള്ള ഒരു മന്ത്രിസഭയാകാതിരിക്കട്ടെ. ഹാപ്പിനെസ് ഇൻഡെക്സ് മന്ത്രിസഭയ്ക്ക് ഉണ്ടെങ്കിൽ മാത്രമേ ജനങ്ങളുടെയും ഹാപ്പിനെസ് ഇൻഡെക്സ് അതെ ആ ലിസ്റ്റ് വരട്ടെ. അതെ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.